നമസ്കാരം. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള മന്ത്രിസഭ ഇനിയിപ്പോൾ ഒരു പുത്തൻ പുതുരക്തം കയറി ഇനി ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് നമ്മളെ ജനങ്ങളെ ധരിപ്പിക്കുന്നത്. ചുമ്മയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് അദ്ദേഹം നമ്മുടെ രാജാവ്, നമ്മുടെ ചക്രവർത്തി ഇങ്ങനെ രാജ എഴുന്നള്ളത്ത് നടത്തിയത് എന്ന് നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിഷയം വന്നിരിക്കുന്നു. ഗണേശൻ മന്ത്രിയാകുമ്പോൾ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് കൊടുക്കും എന്നാണ് നമ്മൾ കേട്ടത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഗണേശൻ ആവശ്യപ്പെടുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് ഞാൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് എൻ്റെ മനസ്സിനകത്ത് കുറേ ഐഡിയകളുണ്ട് ട്രാൻസ്പോർട്ട് നന്നാക്കാൻ. പക്ഷേ അതോടൊപ്പം എനിക്ക് സിനിമാ വകുപ്പും സിനിമയുടെ ചുമതലയും കൂടി എനിക്ക് നൽകണം എന്നാണ് ഗണേശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സജി ചെറിയാൻ ഔട്ട് അത് പറയണതാണ് ശരി. കാരണം സജി ചെറിയാൻ ഇത്രയും കാലം ഇങ്ങനെ പിണറായി വിജയനെ സ്തുതിച്ച് നടന്നിട്ട് ഒരു കാര്യവും സാധിക്കാൻ പറ്റാതായി പോകുമോ എന്ന ഭയമാണ് ഇപ്പോൾ സജി ചെറിയാൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് CPM-കാർക്കും ഉള്ളത്. കാരണം ഗണേശൻ വന്നിട്ട് സജി ചെറിയാൻ ഔട്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്, വല്ലാത്തൊരു നാണക്കേടാണ്. കാരണം ഗണേശൻ ആര്, സജി ചെറിയാൻ ആര്? സജി ചെറിയാൻ എന്ന് പറയുന്നത് വലിയ CPM-ന്റെ വലിയൊരു നേതാവാണ്, MLA ആണ്. മാത്രമല്ല വലിയ കാര്യങ്ങൾ സാധിക്കാൻ കഴിയുന്ന ആണ്. മാത്രമല്ല പിണറായി വിജയന്റെ സ്തുതിപാഠകനാണ്. പിണറായി വിജയൻ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു ലോകത്തിന് ഇത്തരത്തിലൊരു നേതാവിനെ ലോകത്തിന് കിട്ടിയിട്ടില്ല. എന്തൊരു ഭാഗ്യമാണ് ഈ ഒരു മന്ത്രിസഭയെ മുഴുവനും ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് യാത്ര ചെയ്യിപ്പിച്ച് വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി ലോക അത്ഭുതമാണ് എന്നൊക്കെയാണ് സജി ചെറിയാൻ പിണറായി വിജയനെ സ്തുതിച്ചു പാടിയത്. പക്ഷേ സിനിമാ വകുപ്പും കൂടി തനിക്ക് കിട്ടണം എന്ന് ഗണേശൻ പറഞ്ഞതോടുകൂടി സജി ചെറിയാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വിട്ടുകൊടുക്കണമോ വേണ്ടയോ? ഒരു കാര്യം നമുക്ക് ഒരു തീർച്ചയാണ്, സജി ചെറിയാൻ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് സിനിമാ ഇൻഡസ്ട്രിക്ക്, നമ്മളതാണ് ശരി, സിനിമാ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട്, എന്തു നേട്ടമുണ്ടായിട്ടുണ്ട്, അവിടെ നമുക്ക് അതാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഗണേശൻ ചോദിച്ചതുകൊണ്ട് കൊടുക്കണമോ വേണ്ടയോ എന്നതല്ല ഇവിടെ പ്രശ്നം. പക്ഷേ സിനിമ എന്നത് കേരളത്തിലെ ജനങ്ങൾക്കും ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ പ്രത്യേകിച്ച് ഒരു ചർച്ച ചെയ്യപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഒരു കലയാണ്. ലോകത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു കലയാണ്. എല്ലാ കലകളും സമ്മേളിച്ചിട്ടുള്ള, ശാസ്ത്രവും സാങ്കേതികതയും എല്ലാം കൂടെ സമ്മേളിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു കലയാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത സജി ചെറിയാൻ കൈകാര്യം ചെയ്തതുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് ഈ സിനിമയിൽ എന്ത് പ്രയോജനം? എന്തിന് ഈ അടുത്ത കാലത്ത് ഈ ചെയർമാനെതിരായിട്ട്, രഞ്ജിത്തിനെതിരായിട്ട്, അക്കാഡമി ചെയർമാനെതിരായിട്ട് ചില ആരോപണങ്ങൾ വന്നിട്ട് അതിനെ ഫലപ്രദമായി നേരിടാനോ അതിൽ ഫലപ്രദമായി ഇടപെടാനോ അതിലൊരു പരിഹാരം കാണാനോ അക്കാഡമിയിലെ ഒരു വിഭാഗം അംഗങ്ങൾ, അതായത് ഭൂരിപക്ഷ അംഗങ്ങളും ചെയർമാനെ മാറ്റണമെന്ന് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞപ്പോൾ പോലും അതിൽ ഒരു വ്യക്തമായ ഒരു നിലപാടെടുക്കാനോ കഴിയാത്ത ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ എന്ന് നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സജി ചെറിയാൻ സിനിമ ഇനി കൊണ്ടു നടന്നിട്ട് എന്തു പ്രയോജനമെന്ന് സിനിമാ പ്രേമികൾ ചോദിക്കുന്നത് ചുമ്മാതല്ല, അത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഗണേശന് കൊടുത്തൂടാ എന്നും സിനിമാ പ്രേമികൾ ചോദിക്കുന്നു. കാരണം ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെയും നവീകരണത്തിന് കാരണക്കാരൻ ഗണേശ് എന്ന് പറയുന്ന ആള് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും, കേരളത്തിലെ ഏത് തിയേറ്ററുകളിൽ ചെന്നാലും നമുക്ക് വളരെ മനോഹരമായി ദൃശ്യങ്ങൾ കാണാം, ശബ്ദങ്ങൾ കേൾക്കാം. പല തരത്തിലുള്ള സറൗണ്ടിങ് ശബ്ദം, അതാണ് ആ സറൗണ്ടിങ് ശബ്ദം കൊണ്ടുവന്നതിന് തുടക്കക്കാരൻ ഗണേശനാണ് എന്ന് നമ്മൾ മറന്നുകൂടാ. കാരണം കലാഭവൻ, തിരുവനന്തപുരത്തെ കലാഭവനും ശ്രീയും അതുപോലെ കൈരളിയും ആധുനികവൽക്കരിച്ചുകൊണ്ട് സറൗണ്ടിങ് ശബ്ദ സംവിധാനം, 7 സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ 5 സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്നുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം കൊണ്ടുവന്നിട്ട് കേരളത്തിൽ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ, അതിനെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ, അത് കാണാൻ മാത്രമുള്ള, കേൾക്കാനും കൂടിയാണ്. അങ്ങനെ കേൾവിയും കാഴ്ചയും കൂടെ ഒരുമിച്ച് സിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തന്നത് ഗണേശൻ മന്ത്രിയായിരുന്നപ്പോഴാണ്. അത് കലാഭവൻ നവീകരിച്ചു, ശ്രീ നവീകരിച്ചു, അതുപോലെ കൈരളി നവീകരിച്ചു. ഈ സമയത്ത് നമ്മുടെ മറ്റ് സ്വകാര്യ തിയേറ്ററുകാർക്ക് നവീകരിക്കാതിരിക്കാൻ പറ്റാതായി. അവർക്ക് പഴയ സ്ക്രീനിന്റെ ബാക്കിലിരിക്കുന്ന
ഒരു ബോക്സിൽ നിന്നും കേൾക്കുന്ന ശബ്ദമാണ് പണ്ട് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ആ തിയേറ്ററിലോട്ട് കയറാതായി. കാരണം ആൾക്കാർ കലാഭവനിലേക്കും ശ്രീയിലേക്കും കൈരളിയിലേക്കും പോയി. കാരണം സറൗണ്ടിങ് ശബ്ദം അവൻ വല്ലാത്തൊരു അനുഭവമായിട്ട് മാറി, വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും എല്ലാ തിയേറ്ററുകളിലും വളരെ മനോഹരമായിട്ട് ഒരു സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്തു. ദൃശ്യം എങ്ങനെയാണ് പ്രൊജക്ടർ പോലും നവീകരിച്ചു. അങ്ങനെ ആ നവീകരണത്തിന് തുടക്കം കുറിച്ചത് ഗണേശനാണ്. അപ്പോൾ നമുക്ക് പറയാം, സജീദ് ചെറിയ 2.5 വർഷം സിനിമാ മേഖല കൈകാര്യം ചെയ്തിട്ട് ഒരു ചുക്കും ചെയ്തില്ല. എന്നാൽ ഗണേശൻ കുറച്ചു കാലത്ത് സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് നമ്മുടെ KTDC പോലും നവീകരിക്കാനും KTDC തിയേറ്ററുകളെ നവീകരിക്കാനും അദ്ദേഹത്തിന് നല്ലൊരു വീക്ഷണം ഉണ്ടായിരുന്നു, നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് സിനിമ ഇനി കൈകാര്യം ചെയ്യേണ്ടത്? ഗണേശൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക.